ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോമ്പ് 4-ൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ ഉമ്മമാരുടെ അടുത്തേക്കൊന്ന് പോകണ്ടായി, ആശുപത്രിയിൽ നിന്ന് കൊടുന്നപ്പോഴേ. അപ്പോൾ പിന്നെ അന്നത്തെ വീഡിയോ എടുത്തില്ല. ഇത് നോമ്പ് 5-ൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ കാര്യം ഓർമ്മയുള്ളൂ. നോമ്പറക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇന്ന് കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ നോമ്പ് തുറക്കാൻ. അവർക്ക് ഇന്നൊരു നോമ്പ് തുറ ഉണ്ട് കേട്ടോ. ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ അവർ അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്ന് ഞാനും ബാബിയും ഉമ്മേനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുട്ടുണ്ടാക്കിയത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ് പുട്ടുണ്ടാക്കിയാലും, അവരുള്ളപ്പോഴുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പത്തിരി ആണെങ്കിലും എളുപ്പമാണ്. എനിക്ക് തോന്നുന്നത് പുട്ടിനേക്കാളും എളുപ്പം ഇവിടെ പത്തിരിയാണ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എന്നും ഈ പത്തിരി ആകുമ്പോൾ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ അവിടെ ആയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചക്കരമാത്തൊന്ന് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. നമ്മൾ കഴിക്കാനാകുമ്പോഴേക്കും തണുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ റിസാനും ചെയ്യാൻ ഇക്ക വന്നിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. ഒരു 4:30 ആകുമ്പോൾ ഇക്ക വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇക്കയുടെ കൂടെ അങ്ങനെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കുട്ടികൾ വന്നാലും അവർക്കിനിപ്പോൾ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അവർ വേഗം വന്നിട്ട് വേഗം കിടക്കാനായിട്ട് ഇനി ചെയ്യാം. അപ്പോൾ ഇതാ മത്തനൊക്കെ നല്ല കളറുണ്ട് അല്ലേ. നമ്മൾ വലുത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വെള്ള കളറാവട്ടെ ഉള്ളു. ഇത് ഒരു ചെറുതാണ്. ആ ചെറുത് നല്ല കളറും ഉണ്ടായിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മാങ്ങയും കൂടിയിട്ട് മാങ്ങയും മുന്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ മാങ്ങയുടെ തോലൊക്കെ ഒന്ന് വേഗം പീൽ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഒരു സംഭവമായിട്ട് തീരെ അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം കത്തി എടുത്തിട്ട് തന്നെ വേഗം അങ്ങോട്ട് തോലൊക്കെ കളഞ്ഞെടുത്ത് എന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ്ട് വെച്ചിട്ടാണ്. അപ്പോഴേക്കത് കുട്ടി ഉറങ്ങി എണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ നോമ്പറക്കണ സമയത്ത് ഭയങ്കര ബഹളമാവും കേട്ടോ. അപ്പോൾ ആ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു എന്താണ് ടീത്ത് മറ്റേ സംഭവം ഉണ്ടല്ലോ, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണത്. അപ്പോൾ അതിലതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആളായിരുന്നിട്ട് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു കഷ്ണം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് 6 മാസമായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബീഫ് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇന്നത്തെ ഇതാണ്ട് കഴിയും. പുട്ടുവാണല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്ന് പൊരിക്കണ കാര്യമായിട്ടൊന്നും പൊരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം പൊരിച്ച് വെച്ചെടുക്കണം കേട്ടോ. ഭാബി ഒരു കായ എടുത്തിട്ടുണ്ടായിരുന്നു. കായ എന്ന് വെച്ചാൽ കായ ബജി ഉണ്ടാക്കൂലേ, അതിൻ്റെ ഒരു കായ എടുത്ത് പൊരിച്ച്, പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുളക് കൊടുത്തിട്ട്, ഒരു മുളക് നമ്മൾക്ക് 4-5 എണ്ണമൊക്കെ ആക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കിയപ്പോൾ ഒരു പാത്രം ഉണ്ട്. പിന്നെ പിന്നെ എന്തായാലും വേസ്റ്റ് ആയി പോലെ, കുട്ടികൾ വന്നാലും അവർ കഴിച്ചോളും. പിന്നെ ഇതാ കുറച്ച് മുന്തിരിയും കൂടി ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് അത് വേഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം കലക്കി വെച്ചെടുക്കണം കേട്ടോ. ലൈമ പോലെയാണ് കേട്ടോ അടിക്കുക, പുതിനയിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിലത് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അതോടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ അതിൻ്റെ ആയിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കാനുള്ള ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ടേബിൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കിടന്ന് ഓടി നടക്കണ്ട. അപ്പോൾ ആവണത് ഇങ്ങനെ ടേബിളും അങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് ബാങ്കെല്ലാം കൊടുത്ത് നമ്മൾ നോമ്പറക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ബാങ്കെല്ലാം കൊടുത്ത് നമ്മൾ നോമ്പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മോളതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അതിലിങ്ങനെ വെച്ച് കൊടുത്താൽ ഉള്ളതിങ്ങനെ കഴിച്ചോളും. പിന്നെന്താ, കുട്ടികളൊന്നും ഇല്ലാണ്ട് ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എത്ര ആണെങ്കിലും കുട്ടികൾ വേണം കേട്ടോ. നോമ്പറക്കണ സമയത്ത് ആ ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ട് രസമാണ്. അവരില്ലാണ്ടായപ്പോൾ 2 ദിവസം നോമ്പറക്കാൻ അവരുണ്ടായിരുന്നില്ല കേട്ടോ. കൈയും വന്നിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം അവർക്ക് നോമ്പുറപ്പിക്കലുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് പോയി. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാറായി തുടങ്ങിയിരിക്കണം കേട്ടോ. മക്കൾക്ക് 11-ാം തീയതി എക്സാം ഉണ്ടല്ലോ. പിന്നെ ഒന്നും പഠിക്കാൻ ബുക്കൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെന്നിട്ട് വേണം കേട്ടോ എല്ലാം നോക്കിയെടുക്കാനൊക്കെ. അപ്പോൾ മോള് അപ്പോഴേക്കും മാങ്ങയൊക്കെ വെച്ച് കൊടുത്ത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തുണ്ടം മത്തറ ഒരു പീസ് കൂടി വെച്ച് കൊടുത്താണ് കേട്ടോ, ചക്കര മത്തറ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് താഴെ ഇരുന്നിട്ട് ആൾ കഴിക്കൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ വായലിടും, ചിലപ്പോൾ പുറത്തിടും, അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും കുറച്ച് ബഹളം വെക്കണതിന് കുറച്ച് കുറവുണ്ടാവും കേട്ടോ.
അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. ആ നോമ്പെടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണേ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മിന്നൽ വരുന്നുണ്ട് കേട്ടോ. ഇല്ല വെളിച്ചം ഇങ്ങനെ ഒരു മിന്നി പോണത്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയതാണ് കേട്ടോ. എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ലൈറ്റിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു മിന്നൽ വരുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അത് ജ്യൂസ് ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭാബി പറയാം ഗ്ലാസ്സിൽ വെള്ളം ഉണ്ട് കേട്ടോ, അതിലേക്ക് ഒഴിക്കണ്ടാന്ന്. ഞാൻ പറഞ്ഞതാണ് അത് അതിലൊഴിക്കാനല്ല, ഞാൻ കാണിച്ചു കൊടുത്താണ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എല്ലാം വേഗം ആദ്യം ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ എല്ലാവരും കഴിക്കുക. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പൊരിക്കടിയൊക്കെ എടുത്ത് കഴിക്കുള്ളൂ. നമ്മൾ നോമ്പ് 4-ൻ്റെ അന്നാണ് കേട്ടോ ഉമ്മമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മമാക്കിപ്പോൾ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കണമൊന്നുമില്ല. എന്നാലും ആളിങ്ങനെ കിടക്കണുണ്ട്, ഒരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ ആൾക്ക്. എന്തായാലും പെട്ടെന്നൊന്ന് ഭേദമാക്കി കൊടുക്കട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ട്, അപ്പോൾ ചായക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ എല്ലാം തിളച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ പാത്രത്തിലിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ, നോമ്പ് 5-ൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.